ഇവിടെ വരുന്ന ആളുകൾ അനുഗ്രഹം പ്രാപിച്ച് ചിലർ പോകും. ചിലരാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ അനുഗ്രഹം പ്രാപിക്കും. ചിലർ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകും. ആരാ അനുഗ്രഹം പ്രാപിക്കുന്നത്? ഞാനിവിടെ പ്രാർത്ഥിക്കാറില്ല, റമ്പാച്ചൻ പ്രാർത്ഥിക്കുന്നതിൽ മായം കലർത്തി കുറച്ച് പേർക്ക് വേണ്ടി കുറച്ച് പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് വേണ്ടി മുഴുത്ത പ്രാർത്ഥനയൊന്നുമില്ല. എല്ലാവർക്കും ദൈവത്തിന് വചനം വെച്ച് തന്ന അധികാരം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ചിലർ പെട്ടെന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകും. ചിലർ എത്ര ശ്രമിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും പിന്നെ അങ്ങോട്ടൊരു എഴുന്നേൽപ്പില്ല. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? വിശ്വാസത്തിൻ്റെ അളവ്, വിശ്വാസത്തിൻ്റെ തോത് കുറഞ്ഞിരുന്നാൽ അനുഗ്രഹത്തിൻ്റെ തോതും കുറഞ്ഞു പോകും. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം. യാക്കോബ് 2:19 പറയും, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. നമുക്കെല്ലാവർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ട്. ദൈവം ഏകനാണെന്നും സർവശക്തനാണെന്നും മഹോന്നതനാണെന്നും പരിശുദ്ധനാണെന്നും ദൈവം എല്ലാത്തിലും മതിയായവനാണെന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സർവ്വവ്യാപിയാണ്, രക്ഷകനാണ്, അവൻ പരിശുദ്ധ തൃത്വമാണ്, അവൻ സൃഷ്ടാവാണ്, എല്ലാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ഏകനാണെന്നും വലിയവനാണെന്നും സ്വയംഭൂവാണെന്നും സർവ്വവ്യാപിയാണെന്നും സർവശക്തനാണെന്നും ഒക്കെ വിശ്വസിച്ചത് കൊണ്ട് അത് നല്ലതാണ്. ഇത് തന്നെയാണ് പിശാചുക്കളും വിശ്വസിക്കുന്നത്. വായിക്കാമോ? യാക്കോബ് 2:19. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. എന്താണ്? ദൈവം ഉണ്ടെന്നും ദൈവം ഏകനാണെന്നും ദൈവം സർവശക്തനാണെന്നും. മാത്രമല്ല നമുക്കില്ലാത്തൊരു ഗുണം പിശാചിനുണ്ട്. എന്താണെന്നറിയാമോ? അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. പള്ളി വന്നാൽ നമുക്ക് ഈ ഭയവും വിറയലും ഒന്നുമില്ല. നമുക്കത്ര ഒരു ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും അത്ര ഭയപ്പെട്ട് വിറച്ചൊന്നും അല്ല നമ്മൾ നിൽക്കുന്നത്. പക്ഷെ പിശാചുകളുണ്ടല്ലോ, ദൈവം മുമ്പാകെ വിറച്ചാണ് നിൽക്കുന്നത്, പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അത്രയും ഭയമൊന്നും നമുക്കില്ലെങ്കിലും പിശാചിന് നല്ല പേടിയുണ്ട്, ദൈവത്തെ ഭയപ്പെട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് പിശാചിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മെച്ചമുണ്ടോ? ഗുണപരമായ എന്തെങ്കിലും മെച്ചമുണ്ടോ? ദൈവമുണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ട് പിശാചിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മെച്ചമുണ്ടോ? നമ്മളെക്കാളും അറിവുകൊണ്ട് അറിഞ്ഞാണ് അവൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യത്തില് പിശാച് എങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? പിശാചിന്റെ പ്രാർത്ഥന മർക്കോസ് 5-ന്റെ 7-ാം വാക്യം, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആരാ? ലഗ്യോൻ ബാധിച്ച ആ മനുഷ്യൻ, ആ പിശാചുക്കളെല്ലാം കൂടെ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ കണ്ടിട്ട്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് പറഞ്ഞാൽ യേശു ദൈവപുത്രനാണെന്ന് അവൻ പ്രഖ്യാപിക്കുക. അവന് ഉറപ്പാണ് യേശു ദൈവപുത്രനാണ്, അവൻ ഇടപെട്ടാൽ എൻ്റെ കാര്യം പോക്കാണ്, അവന് ശക്തിയുണ്ട്. അതെല്ലാം അറിയാവുന്ന ആളാണ്. തൃത്വത്തിലെ 2-ാമത്തെ ആളാണ് യേശു എന്ന് അറിയാവുന്ന ആളാണ് ആര്? നമുക്കത്രയും വിശ്വാസമില്ലെങ്കിലും പിശാചിനെല്ലാം അറിയാം. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിശ്വസിച്ചത് കൊണ്ട് ദൈവമുണ്ടെന്നും ദൈവം ഏകനാണെന്നും ദൈവം സർവശക്തനാണെന്നും പരിശുദ്ധനാണെന്നും അവനിൽ ദൈവപുത്രൻ 2-ാമത്തെ ആളാണെന്നും എല്ലാം ഇങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് ഈ പിശാചിന് എന്തെങ്കിലും മെച്ചമുണ്ടോ? അവൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം ചെയ്യുമോ? അവൻ ദ്രോഹിക്കത്തേ ഉള്ളൂ. ശ്രദ്ധിച്ചോണം, നല്ല വിശ്വാസമുള്ളവർ ദ്രോഹിക്കും. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞു ഹല്ലേലൂയ. വിശ്വാസത്തോട് ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത്. ദൈവം യജമാനനാണ്, സർവശക്തനാണ്, മനുഷ്യൻ ദാസനാണ്. പക്ഷേ ഇങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന ആളുകളുമുണ്ട്. ഇപ്പം നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം? ശ്രദ്ധിക്കണേ. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന അനേകരുണ്ട്. ലോകത്തിൽ 90% ആൾക്കാരും വിശ്വാസമുള്ളവരാണ്. ഒരു തരത്തിലല്ല മറ്റു തരത്തിൽ ദൈവമുണ്ട്, ദൈവം ഒരു സർവശക്തനാണ്, ദൈവത്തോട് കളിക്കരുത്, ദൈവത്തോട് എതിർക്കാൻ നിൽക്കരുത്
പണി കിട്ടും എന്നൊക്കെ പേടിച്ച് ഭയന്ന് ജീവിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. ഞായറാഴ്ച എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പള്ളി വരുന്നത്? ഒട്ടുമിക്കാലും ആളുകൾ പള്ളി വരുന്നത് ഇനി എങ്ങാണം പള്ളി വരാതിരുന്നതിൻ്റെ പേര് ദൈവം അടി തന്നാലോ പണി തന്നാലോ പേടിച്ചിട്ട് വരികയാണ്. ഹല്ലേലൂയ. ഇവിടെ അല്ലെന്നാ തോന്നുന്നത്. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിക്കണേ, ബൈബിൾ പറയാണ് വിശ്വാസം നമുക്ക് വേണം. വിശ്വാസം വേണം. ഏത് തരമുള്ള വിശ്വാസം? അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആ ഒരു കൃപ, ആ ഒരു വരം നമ്മളിന്ന് നേടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഹെബ്രായർ 11:6 വാക്യം മനഃപ്പാഠമാക്കി മനസ്സിലാക്കി നമ്മൾ ആ വചനം പഠിക്കാം. ഹെബ്രായർ 11:6 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഇത് മനസ്സിൽ അടിവരയിട്ടോണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവം മുൻപാകെ പ്രീതിയുള്ളൊരു ദൈവ പൈതലാകണമെങ്കിൽ നമ്മളെ ദൈവം ഒന്ന് ശ്രദ്ധിക്കണം, ഒരു കടാക്ഷിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു നോട്ടം, ഒരു സംരക്ഷണം, ഒരു സ്നേഹം, ഒരു വാത്സല്യം അനുഭവിക്കണമെങ്കിൽ, ദൈവം നമ്മളിന്ന് പ്രസാദിക്കണമെങ്കിൽ, നമ്മളെ കണ്ടിട്ട് എൻ്റെ കുഞ്ഞാണ് അത് എന്ന് ദൈവത്തിന് പറയണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിശ്വാസമുണ്ടോ എന്ന് ദൈവം നോക്കും. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം ദൈവത്തിന് മതിപ്പുണ്ടാക്കണം. നമുക്കെല്ലാം വിശ്വാസമുണ്ട്, പക്ഷേ മതിപ്പുളവാക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ബൈബിളിലെ ഒരു 3 സംഭവം ഞാൻ പെട്ടെന്ന് പറയാം. മതിപ്പുളവാക്കുന്ന വിശ്വാസം ഇത് നമുക്കുണ്ടോ എന്നാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. മതിപ്പുളവാക്കുക എന്ന് പറഞ്ഞാൽ പ്രസാദിപ്പിക്കുന്ന ഒരു വിശ്വാസം. നമ്മളെ കാണുമ്പോൾ കർത്താവിന് കൃത്യം അളവ് കിട്ടും. നമ്മളുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ കർത്താവിന് ഒരു ചെറു പുഞ്ചിരി ഉണർത്തുന്ന വിശ്വാസമാണ്. എൻ്റെ കൊച്ചിൻ്റെ വിശ്വാസം കണ്ടു, എൻ്റെ പൈതലിൻ്റെ വിശ്വാസം കണ്ടു എന്ന് ദൈവത്തിന് പറയാൻ പറ്റുന്നു. നമുക്ക് ഒരു സംഭവം മത്തായിയുടെ സുവിശേഷം 15 21 വാക്യത്തിൽ നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്. 21 മുതൽ മത്തായിയുടെ സുവിശേഷം 15 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശത്തിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു: കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവനൊരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു: അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. അവൻ മറുപടി പറഞ്ഞു: ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കിലേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു: മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു: അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു: സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസം ഒന്ന് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതായത് ഒരു കാനാൻകാരി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ സ്ത്രീയെ ശ്രദ്ധിച്ചാൽ മതി, 4 തരത്തിൽ ഈശോയിൽ നിന്ന് വ്യത്യസ്തയായ ഒരാളാണ് ഈ പെണ്ണ്. 4 തരത്തിൽ. ഒന്ന്, അവളുടെ ഭാഷ. അവൾ സംസാരിക്കുന്നത് കാനാന്യ ഭാഷയാണ്, കൊയിനെ ഗ്രീക്കാണ്, ഗ്രീക്ക് ഭാഷ. അല്ലെങ്കിൽ അവൾ സീറോ ഫിനീഷ്യ വംശത്തിൽപ്പെട്ടവളായതുകൊണ്ട് സീറോ എന്ന് പറഞ്ഞാൽ സുറിയാനി. അവൾ സംസാരിക്കുന്നത് സുറിയാനി ഭാഷയാണ്. ഈശോ സംസാരിക്കുന്നത് അറമായ ഭാഷയാണ്. ഇപ്പം ഭാഷാപരമായിട്ട് വ്യത്യസ്തതയുള്ള പെണ്ണാണിത്. ഈശോയുടെ ഭാഷയല്ല അവൾ സംസാരിക്കുന്നത്. സീറോ ഫിനീഷ്യ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീ. 2, അവളുടെ വംശം യഹൂദ വംശമല്ല, വിജാതീയ വംശമാണ്.
സീറോ ഫിനീഷ്യ വംശം. ഇനിയും അവളുടെ മതം അത് യഹൂദ മതമല്ല, ഈശോയുടെ മതമല്ല, കാനാന്യ മതമാണ്. 4, അവൾ ഒരു സ്ത്രീയാണ്. ആ കാലഘട്ടത്തിൽ സ്ത്രീകളെ ഒരു 2ാം കിട പൗരന്മാരായി മാത്രം കണ്ട ഒരു കാലമാണ്. അപ്പൊ നോക്കിയേ, എല്ലാ അർത്ഥത്തിലും യേശു ക്രിസ്തുവിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലവാരമുള്ള ഒരു പെണ്ണ്. അവളുടെ ഭാഷ, അവളുടെ വംശം, അവളുടെ മതം, അവളുടെ ജെൻഡർ, ഇത് 4 വ്യത്യാസമാണ്. പക്ഷേ അവളെ നോക്കിയിട്ടാണ് ഈശോ പറയുന്നത്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്. ഈ കാര്യത്തിലെല്ലാം നീ എന്നിൽ നിന്ന് അകന്നാണ്, ദൈവത്തിൽ നിന്ന് അകന്നാണ്. വേറിട്ടൊരു ജീവിതശൈലിയാണ്, വേറിട്ട സാഹചര്യമാണ് നിന്റെ മതം വ്യത്യാസമാണ്, ഭാഷ വ്യത്യാസമാണ്, വംശവും കുലവും എല്ലാം വ്യത്യാസമാണ്. പക്ഷേ നിന്നിൽ മതിപ്പുളവാക്കുന്ന വണ്ണം നിനക്കൊരു വിശ്വാസമുണ്ട്. ദൈവത്തിന് നിന്നിൽ ഇഷ്ടം തോന്നുന്ന ഒരു വിശ്വാസം നിനക്കുണ്ട്. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. അവളുടെ ഏക മകളെ പിശാച് ബാധിച്ചിരിക്കുന്നു. അവൾ പുറകെ നടന്നിട്ട് പറഞ്ഞു, ദാവീദിന്റെ പുത്ര കനിയണമേ, എൻ്റെ ഏക മകളെ പിശാച് ബാധിച്ചിരിക്കുന്നു. ഈശോ ഒരു വാക്ക് പോലും മിണ്ടാതെ പോവുക. ശിഷ്യന്മാർ റെക്കമെൻഡ് ചെയ്തു. അവൾ കുറേ നേരമായില്ല നമ്മുടെ കൂടെ പുറകെ നടന്ന് പറയുന്നു, പ്ലീസ് ഇടപെട്, ഇവിടെ കുഞ്ഞിനെ സുഖപ്പെടുത്ത്, കഴിവുണ്ടല്ലോ. ഉടനെ തിരിഞ്ഞു നിന്നിട്ട് ഈശോ പറഞ്ഞെന്താ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഉചിതമാണോ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈശോ അവളെ വിളിച്ച എന്താണ്? പറഞ്ഞോ, കുഴപ്പമില്ല, നായെന്നാ വിളിച്ചത്, നായ. ഇത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക്. വിജാതിയര് നിങ്ങളെ, വേറെ വംശം, വേറെ കുലം, വേറെ ഭാഷ, കാനാന്യ മതം, വിജാതീയ മതം, വെളിച്ചം കിട്ടാത്ത മതം, ഇരുളിൽ കഴിയുന്ന, അന്ധകാരത്തിൽ കഴിയുന്ന ജനം, നിങ്ങൾക്കൊരിക്കലും മക്കളുടെ ദൈവാനുഗ്രഹങ്ങളെ എടുത്ത് ഈ നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്ന ഉചിതമല്ല. ഉടനെ അവൾ എന്താ പറയുന്നറിയോ? അതേ കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. അതേ കർത്താവേ, ഞങ്ങള് മക്കളുടെ അപ്പം ചോദിച്ചോ? ഇല്ലല്ലോ. നിങ്ങൾ മക്കളുടെ അപ്പം ഞാൻ ചോദിച്ചോ? മക്കളുടെ അപ്പം ഞാൻ ചോദിച്ചില്ല. നിങ്ങൾ മക്കൾ കഴിച്ചോ? മക്കളുടെ അപ്പം ദൈവം തരുന്നൊക്കെ കഴിച്ചോ? പക്ഷേ ആ മേശയിൽ നിന്ന് നായ്ക്കൾക്കും വീഴുന്നുണ്ടല്ലോ അപ്പം. ഞാൻ അതല്ല ചോദിച്ചോളൂ, തന്നൂടെ? ഈശോയുടെ കണ്ണു വിടർന്നു. ഈശോളെ നോക്കി പറഞ്ഞ, കൊച്ചേ, നിന്റെ വിശ്വാസം വലുതാ. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. ആ നിമിഷം മുതൽ കുഞ്ഞ് സുഖപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കുമെന്ന്. ഇവിടെ കുറെ ആഗ്രഹം കൊണ്ടാ വന്നേക്കുന്നേ. ആഗ്രഹിക്കുന്നത് നടക്കും. എപ്പോ? വിശ്വാസം ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. വിശ്വസിച്ച് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടും. ദൈവം മിണ്ടത്തില്ല. പുറകെ നടന്ന് അലമുറയിട്ടാലും ദൈവം മിണ്ടാതാകും. പക്ഷേ പിടിവിടാതെ അവൾ പറഞ്ഞു. കാരണം അവളുടെ പ്രശ്നം ഏക മകളുടെ പ്രശ്നമാ. ഒരമ്മയ്ക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കുഞ്ഞിന്റെ വിഷയമാ. അലമുറയിട്ടുകൊണ്ട് അവൾ നടന്നു. പക്ഷേ അവളുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് പോലെ നടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിജാതീയരിൽ നിന്ന് പോലും ദൈവം ആഗ്രഹിക്കുന്നത് ഈ വിശ്വാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിജാതീയരിൽ നിന്ന് പോലും ദൈവം ആഗ്രഹിക്കുന്നത് നേർച്ചയും കാഴ്ചയൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസമാണ്. ആഗ്രഹിക്കുന്നത് നടക്കും. പ്രിയപ്പെട്ടവരെ, കോടിക്കണക്കിന് മക്കൾ നിരാശയിലും ദുഃഖത്തിലും ഭയത്തിലും ഒരുപാട് ദുരിതങ്ങളിലും കഴിയുക. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ആഗ്രഹിക്കുന്നത് പോലെ നടക്കാൻ വേണ്ടത് വിശ്വാസമാണ്. നമ്മൾ വേദനിക്കുന്നു, കണ്ണു നിറയുന്നു, കരയുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ദൈവം മാനിക്കുന്നുണ്ട്. നമ്മുടെ വേദനയെ ദൈവം മാനിക്കും, സഹനത്തെ മാനിക്കും, ത്യാഗത്തെ മാനിക്കും, അധ്വാനത്തെ മാനിക്കും, കഷ്ടപ്പാടുകളെ മാനിക്കും, നമ്മുടെ പ്രാർത്ഥനയെ മാനിക്കും. പക്ഷേ അതിലെല്ലാം ഉപരി ദൈവം മാനിക്കുന്നത് വിശ്വാസത്തെയാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെ രണ്ടാമത്തെ ഒരു സംഭവം. ലൂക്ക 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇതാണ് വായിക്കുന്നത്. വായിക്കാം, ഉറക്കെ വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെ. ശതാധിപന്റെ ഒരു ഭൃത്യനെ സുഖപ്പെടുന്ന സംഭവമാണ്. കബർനാം എന്ന് പറയുന്നത് ജീസസ് ടൗൺ, ഈശോയുടെ പട്ടണമാണ്. നമ്മളിപ്പോഴും ഹോളി ലാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജീസസ് ടൗൺ കബർനാം. അപ്പോൾ ഈശോ അവിടെ ഒരു സിനഗോഗ് ഉണ്ട്. ആ സിനഗോഗ് പണിത് കൊടുത്തത്, യഹൂദർക്ക് പണിത് കൊടുത്ത ഒരു ശതാധിപൻ എന്ന് പറഞ്ഞാൽ ഒരു പട്ടാള മേധാവി. അദ്ദേഹത്തിൻ്റെ കീഴിൽ ശതം എന്ന് പറഞ്ഞാൽ 100 പടയാളികളുടെ ഹെഡ്, 100 അദ്ദേഹത്തിന് കീഴിൽ 100 പടയാളികളുണ്ട്. അപ്പോൾ അത്ര ഒരു അധികാരി. അപ്പോൾ ഈ അധികാരി നല്ല മനുഷ്യനാണ്, നന്മ ചെയ്യുന്നവനാണ്, സിനഗോഗ് പണിത് കൊടുത്തവനാണ്. വിശ്വാസമുള്ള ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ്റെ ഒരു ഭൃത്യൻ, ഒരു പടയാളി സുഖമില്ലാതായപ്പോൾ ഈശോയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈശോയെ വന്നൊന്ന് സുഖപ്പെടുത്തണം. ഉടനെ കൂടെ ഉണ്ടായിരുന്ന യഹൂദർ പറഞ്ഞു, നീ ചെല്ലണം പ്ലീസ്, കാരണം അവൻ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു, നമ്മുടെ ജനത്തെ. നമുക്ക് സിനഗോഗൊക്കെ പണിയിച്ചു തന്നു, നമുക്കൊരു പള്ളിയൊക്കെ പണിയിച്ചു തന്ന ആളാണ്, അപ്പം അതുകൊണ്ട് നീ ചെല്ലണം. അപ്പോൾ ഈശോ ഒരു കാര്യം ചെയ്തു, എന്നാ പോകാം. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് ഈ ശതാധിപൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് വഴിയിൽ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് പറയുകയാണ്, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടണ്ട, വരണ്ട, കാരണം അങ്ങ് എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പറ്റം യുവാക്കളുടെ തലവനായി ആ കാലഘട്ടത്തിൽ പൊടി പറ്റി വരണ്ട ഭൂമിയിലൂടെ ഇങ്ങനെ പാറിപ്പറക്കുന്ന മുടിയുമായി നടക്കുന്ന ഒരു കർത്താവ്, ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ. അവൻ്റെ പിറകെ കുറേ ആൾക്കാരുണ്ട്. വലിയ നിലയും വിലയുമൊന്നുമില്ല, കണ്ടു കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല, ഒരു ഇടത്തരം ഒരു കുടുംബത്തിലെ ഒരംഗം, ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ആളുകൾ ഇങ്ങനെ അവൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അവൻ്റെ വാക്കുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ആളുകൾ അവൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അതിനേക്കാളും ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായും സാമൂഹികമായും മതപരമായിട്ടുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ആളാണ് ഈ ശതാധിപൻ. ആ ശതാധിപൻ ഈ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് പറയുകയാണ്, കർത്താവേ, കാര്യം ശരിയാ, ഞാൻ ശതാധിപനാ, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരും, പോകാൻ പറഞ്ഞാൽ പോകും, അത് ചെയ്യരുതെന്ന് പറഞ്ഞവൻ ചെയ്യില്ല. പക്ഷേ നീ എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ട് ഈശോ വിസ്മയിച്ചു പോയി. ആ കാലഘട്ടത്തിൽ അനേകർ ഈശോയ്ക്ക് വിലയും നിലയും കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ ഇത്രയും ഈശോയുടെ മുഖത്ത് ദൈവത്തെ കണ്ടിട്ട്, ഈ സാധാരണ മനുഷ്യന്റെ മുഖത്ത് ഒരു ദൈവത്തെ കണ്ടിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, നീ എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ വിസ്മയിച്ചിട്ട് പറഞ്ഞു, നിന്റെ വിശ്വാസം വളരെ വലുതാണ്. ഇസ്രായേലിൽ പോലും, നീ ഒരു ശതാധിപനാണ്, വിജാതീയനാണ്, റോമാക്കാരൻ, റോമാപൗരനാണ്, എൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അവരെന്നെ ഇപ്പോഴും സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. അവരെൻ്റെ ശക്തിയിലൊന്നും വിശ്വാസമില്ല, എൻ്റെ വാക്കിലൊന്നും വിശ്വാസമില്ല. പക്ഷേ നിന്റെ വിശ്വാസം അതിന് മതിപ്പുളവാക്കുന്ന ഒരു വിശ്വാസം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, അത് കണ്ടിട്ടാണ് ഈശോ അവനോട് പറഞ്ഞത്, നീ ആഗ്രഹിക്കുന്ന പോലെ നടക്കും. അവൻ തിരിച്ചു വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടു. നമ്മുടെ വിഷയം ഇതാണ്. ഈ ശതാധിപൻ നന്മയുള്ളവനാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, ദൈവജനത്തെ സ്നേഹിക്കുന്നവനാണ്, സിനഗോഗ് പണിയിച്ചു കൊടുത്തവനാണ്, ഭൃത്യന് വേണ്ടി, വേലക്കാരന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന നന്മയുള്ള മനുഷ്യനാണ്. വേലക്കാരൻ വീണുപോയി, അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന, അവനെ സുഖപ്പെടുത്തണമെന്ന് ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ട് റിക്വസ്റ്റുമായിട്ട് നിൽക്കുന്ന ഒരു നല്ല മനുഷ്യൻ. പക്ഷേ ദൈവം പ്രീതിപ്പെടുത്തുന്നത് നന്മയിലല്ല. ശ്രദ്ധിക്കണം.
നന്മയുള്ള മനുഷ്യരാ, നന്മയുള്ള മനുഷ്യർ, ആരും ദ്രോഹിക്കുന്നില്ല, എല്ലാവരും ഉപകാരിയാ. ജീവകാരുണ്യ പദ്ധതിയുടെ ഉസ്താദ്. എന്തുമാത്രം അനാഥാലയങ്ങളാണ് പൈസ, എന്തുമാത്രം ഗവൺമെന്റ് ആശുപത്രികളിൽ കൊണ്ട് കഞ്ഞി കൊടുക്കും. നല്ല മനുഷ്യനാ, പക്ഷെ നന്മ പോരാ. ഹല്ലേലൂയ. വിശ്വാസം വേണം. ദൈവത്തിന് മതിപ്പായത് നന്മ കണ്ടിട്ടല്ല, വിശ്വാസം കണ്ടിട്ടാണ്. ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൻ്റെ അധികാരത്തിൽ വിശ്വസിച്ചോ ഇല്ലയോ, ഇതാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി, സൗഖ്യപ്പെടാനുള്ള വഴി. യേശുവിന് ഒരു അധികാരമുണ്ട്. എൻ്റെ അധികാരത്തിനേക്കാൾ വലിയ, എൻ്റെ ജോലിയേക്കാൾ വലിയ ജോലി, എൻ്റെ അവസ്ഥയെക്കാളും വലിയൊരു അവസ്ഥയാണ് എൻ്റെ ദൈവത്തിനുള്ളത്. ഇത് വിശ്വസിക്കണം. എൻ്റെ ദൈവത്തിന് ഈ പ്രശ്നത്തെക്കാളും വലിയവനാണ് എൻ്റെ ദൈവം. ഈ കടബാധ്യതയെക്കാളും വലിയവനാണ്, അതിനേക്കാളും അധികാരം എൻ്റെ കർത്താവിനുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കട്ടെ. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, നന്മ പോരാ, നന്മ മാത്രം പോരാ. നന്മയേക്കാൾ ഉപരി ദൈവം നോക്കുന്നത് വിശ്വാസമുണ്ട്. ദൈവ പൈതൽ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മിൽ ചിലർക്കൊക്കെ ഒരു അവിശ്വാസം. പത്തനംതിട്ടയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? എല്ലാവരും പള്ളിയിലൊക്കെ പോകുന്നവരാണ്, പക്ഷേ ഉറുമ്പിന് തീറ്റയും കൊടുക്കും, പിന്നെ പള്ളിയിൽ നേർച്ചയിടും. ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകളിൽ ഉള്ളൊരു പ്രത്യേകതയാണ്. ജ്യോതിഷവും നോക്കും, ജാതകവും നോക്കും, നമ്മൾ മുഹൂർത്തവും നോക്കും, പിന്നെ ഏതുണ്ടല്ലോ രാഹുകാലവും നോക്കും. പിന്നെ ഇതെല്ലാം നമുക്ക് വേണം. എന്നാൽ പള്ളിയിലെ സൺഡേ സ്കൂൾ ടീച്ചർ വേണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടുന്നതൊരു വിശ്വാസമില്ല. നമ്മൾ നാളെ നോക്കും, ഡേറ്റ് നോക്കും, ഇവിടെ നമ്മൾ പിന്നെ അത് നോക്കും, ഇത് നോക്കും. നമ്മൾ ദൈവത്തെ മാത്രം, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു വിശ്വാസം ഇതിനകത്തൊരു 4-5 പേർക്ക് കാണും. ബാക്കി എല്ലാവരുടെ മനസ്സ് ചഞ്ചലമാണ്. സമയത്തിന് മുമ്പ്, സമയത്തിന് ശേഷം ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമയങ്ങളെ, കാലങ്ങളെ, ഋതുക്കളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ഒക്കെ ഇങ്ങനെ പിരിച്ചെന്ന് അവിടെയും അല്പം ഇവിടെയും അല്പം എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്ന ധാരാളം പേരുണ്ട്. ഒരിക്കൽ ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട്, അച്ഛാ കല്ലിടിയിലാണ് വരണേ. ഞാൻ പറഞ്ഞു എപ്പോഴാ? അത് 11-നും 11:30-ക്കും ഇടയ്ക്ക് അച്ഛനങ്ങെത്തിയ. ഞാൻ പറഞ്ഞു സൗകര്യമില്ലെന്ന് പറഞ്ഞു. കാരണം 11-നും 11:30-ക്കും ഇടയ്ക്ക് ആ സമയമാണ് ആരോ കുറിച്ചു കൊടുത്തത്, അതാണ് ബെസ്റ്റ് ടൈം. പ്രിയപ്പെട്ടവരെ, ദൈവം ആശീർവദിക്കുന്ന സമയമാണ് ഏറ്റവും വിശുദ്ധമായ സമയമെന്ന് വിശ്വസിക്കാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഒരു പൗരോഹിത്യത്തിൻ്റെ അധികാരത്തോട് ആശീർവദിക്കുന്ന ഒരു സ്വൈകിക ശുശ്രൂഷയുണ്ട്. ആ സമയമാണ് അനുഗ്രഹിക്കപ്പെടുന്ന സമയം. അതിനെ, ആ നാമത്തിന്, ആ സമയത്തെ, കാലങ്ങളെല്ലാം വിശുദ്ധീകരിക്കാൻ പറ്റും. ആ സ്ഥലത്തെ വിശുദ്ധീകരിക്കാൻ പറ്റും. ഇത് വിശ്വസിക്കാൻ പറ്റും. ഇതാണ് ദൈവത്തിന് പ്രീതികരമായ വിശ്വാസം. ഇതാണ് മതിപ്പുളവാക്കുന്ന വിശ്വാസം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ചില സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്ത് കല്ലൊക്കെ ഇടാൻ വേണ്ടിയൊക്കെ നിന്ന് കഴിയുമ്പോൾ കുരിശും വലിയകാരത്തിൽ വെഞ്ചരിച്ച് കുർബാനയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാൻ നേരത്ത് അവിടെ എന്തോ ഇരുന്ന് തിളങ്ങണ് കല്ലിൻ്റെ പുറത്തെ. ഞാൻ ചോദിച്ചു, ഇതെന്തൊരു കല്ല ഇത്? ആച്ചാ, ഇത് കല്ല് പഴയത് തന്നെ, പക്ഷേ അതിൻ്റെ പുറത്തൊരു പഞ്ചലോഹം ഇരിപ്പുണ്ട്. പഞ്ചലോഹം കുരിശ്, പഞ്ചലോഹം കൊണ്ട് കുരിശുണ്ടാക്കി വെച്ചേ. ഞാൻ ചോദിച്ചു, എന്താ പഞ്ചലോഹം? അതെ ചാ, 5 ലോഹം. 5 ലോഹത്തൊന്നും ശല്യം ഉണ്ടാവില്ല, അതിനുവേണ്ടി ഒരിടത്തുനിന്ന് പ്രത്യേകിച്ച് വെഞ്ചരിച്ച് കിട്ടുക. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. ഇല്ല എന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ അവിടെയും അല്പം ഇവിടെ അല്പം, ഇതും വേണം
അതും വേണം. വിശ്വാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന, മഹത്വപ്പെടുത്തുന്ന ഒരു വിശ്വാസമുണ്ട്. ശ്രദ്ധിക്കണേ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ നടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ, ശ്രദ്ധിക്കണേ, 2 അന്ധന്മാർ വന്നിട്ട് ഈശോയുടെ പുറകെ കൂടി. അവർക്കറിയാം ഈശോയ്ക്ക് സൗഖ്യം തരാൻ പറ്റുമെന്ന്. ഈശോയുടെ പുറകെ കൂടിയിട്ട് പറഞ്ഞു, ദാവീദിന്റെ പുത്ര കനിയണമേ, കാഴ്ച തരണമേ. ദാവീദിന്റെ പുത്ര, പൊട്ടന്മാരാണേ, അന്ധന്മാരാണ്, കാഴ്ച തരണേ. ഉടനെ ഈശോ മിണ്ടണില്ല കേട്ടോ. ഈശോ മിണ്ടുന്നില്ല. എത്ര പ്രാർത്ഥിച്ചു, മിണ്ടുന്നില്ല. വീട്ടിലെത്തിയപ്പോൾ ഈശോ പ്രശ്നം ടേക്കപ്പ് ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ ദൈവം മുറ്റത്ത് നിൽക്കുന്നവന്മാർ രണ്ടും പോയിട്ടില്ലേ? പോയില്ല. ഈശോയെ, നീ വീട്ടിൽ വരെ ഞങ്ങൾ കരഞ്ഞില്ലേ, പ്ലീസ്. ഉടനെ ഈശോ അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാമോ? എനിക്ക് ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എനിക്കിത് ചെയ്യാൻ കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? ഇങ്ങനെ ഇരിക്കട്ടെ, ഇങ്ങനെ ഇതിൽ ഒരുത്തം പറഞ്ഞു, കർത്താവേ എനിക്ക് നിനക്കിത് ചെയ്യാൻ കഴിവുണ്ട്, പക്ഷേ എൻ്റെ വലത്തെ കണ്ണു പ്രശ്നമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇടത്തെ കണ്ണൊക്കെയാണ്, അത് വലത്തെ കണ്ണിന് അത് പോയി, അത് കേടായില്ല എന്നൊരുവൻ വിശ്വസിച്ചു. മറ്റൊരു വിശ്വസിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കും, നിനക്ക് 2 കണ്ണിന് സൗഖ്യം തരാൻ പറ്റും. ഈശോ എന്താ പറഞ്ഞേ? നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആദ്യം പറഞ്ഞവന് ഏത് കണ്ണിന് കാഴ്ച കിട്ടും? ഇടത്തെ കണ്ണിന് കാഴ്ച കിട്ടും. വലത്തെ കണ്ണ് അങ്ങനെ ഇരിക്കും. കാരണം അവന് വിശ്വാസം ഒരു കണ്ണിനേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, ഈശോ പറഞ്ഞ് ശ്രദ്ധിക്കണം, നിങ്ങളുടെ വിശ്വാസം പോലെ, വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അനുഗ്രഹം കിട്ടും. ഇപ്പോൾ ഒരാൾ വിശ്വസിക്കുകയാണ്, കർത്താവേ ഞാൻ കുറേ നീ പറഞ്ഞ വിശ്വസിച്ച ഓക്കെയാണ്, പക്ഷേ കുറച്ച് ആയുർവേദം കൂടെ ചെയ്തെങ്കിലേ പൂർണ്ണമായ കാഴ്ച കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാലോ, കുറച്ച് കിട്ടും. ഈശോ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. ഹൃദയത്തിൽ വിശ്വാസമുണ്ടോ, ദൈവം അനുഗ്രഹം തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹെബ്രായർ 11:6 ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വിശ്വാസം വേണം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല. അതുകൊണ്ടാണ് നമ്മൾ 1-ാമത്തെ വാക്യം പറഞ്ഞത്, യെശയ്യാ 7:9 പറഞ്ഞത്, വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കില്ല. ഹല്ലേലൂയ. ഈ കാനാൻകാരി ഒരുപാട് സഹിച്ചു, ഒരുപാട് വേദന നിന്നു, ഒരുപാട് ദുരിതം അനുഭവിച്ചു. പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിച്ചത് അവളുടെ വിശ്വാസമാണ്. ശതാധിപൻ ഒരുപാട് നന്മയുള്ളവനാ, ഒരുപാട് ഉപകാരിയാ, നല്ല മനുഷ്യനാ, നല്ല ഹൃദയമുള്ളവനാ. പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിച്ചത് അവന്റെ വിശ്വാസമാണ്. ഇവിടെ 2 അന്ധന്മാര് അവര് ഈശോയുടെ പുറകെ നടന്ന് പ്രാർത്ഥിച്ചു, ഒരുപാട് കരഞ്ഞു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം മതിച്ചത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? ഉണ്ടെങ്കിൽ അനുഗ്രഹം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിശ്വാസവും സൗഖ്യവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. വിശ്വാസവും വിടുതലും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. വിശ്വാസവും ഈ വീണ്ടെടുപ്പും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസമുള്ളവരെയാണ് ദൈവം ഇങ്ങനെ നോക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൽ എന്തിനാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എൻ്റെ ദൈവം നല്ലവനാണ്. ദൈവം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ഈ ദൈവം നന്മയുള്ള ദൈവമാണ്. എൻ്റെ ദൈവം എൻ്റെ അപ്പായ, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഒരു അപ്പൻ എന്ന കണക്ക് എന്നെ സ്നേഹിക്കുന്ന അപ്പന. എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തരാൻ മതിയായവനാണ്. എൻ്റെ അപ്പ എനിക്ക് ചെയ്തു തരും. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, കാൽവറിയുടെ നെറുകയിൽ ഈശോ കുരിശിൽ തറച്ച കൊണ്ടുമ്പോൾ ഒരു ശതാധിപനായ മനുഷ്യൻ, അവൻ്റെ പേര് ലോഞ്ചിനോസ് എന്നാണ്, ഈശോയുടെ കുന്തം കൊണ്ട് ഈശോയുടെ വിലാവിൽ കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളം പുറപ്പെട്ടു. ചരിത്രം പറയുന്നത് ഈ മനുഷ്യൻ്റെ ഒരു കണ്ണ് അന്ധമായിരുന്നു, കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഈ മനുഷ്യൻ ഈശോയുടെ വിലാവ് കുത്തിപ്പിളർന്നു. അവിടെ നിന്ന് ഒഴുകിയ രക്തവും വെള്ളം
അവൻ്റെ കണ്ണിൽ പതിച്ചു. അവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടി. പിന്നീട് അവൻ മാനസാന്തരപ്പെട്ടു, ക്രിസ്ത്യാനിയായി, അവൻ വിശുദ്ധനായി. അവൻ്റെ പേര് ഇറ്റലിയിൽ ഒരു പട്ടണമുണ്ട്, ലോഞ്ചിനൂസ് എന്ന പട്ടണം, ലാഞ്ചാനോ പട്ടണം. അവിടെ ഒരു ദിവ്യകാരുടെ അത്ഭുതം നടന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദിമ നൂറ്റാണ്ടിൽ നടന്ന ദിവ്യകാരുടെ അത്ഭുതം ഇന്നും ആ അത്ഭുതം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ പരിശോധിച്ചതായ ആ അത്ഭുതം ഇന്നും നിലനിൽക്കുന്ന ഒരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കണം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മൾ എത്ര കുറവുള്ളവരാണെങ്കിൽ ഈശോയെ കുത്തി മുറിവേൽപ്പിച്ചാലും അവനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നന്മയുണ്ട്, സ്നേഹമുണ്ട്, സൗഖ്യമുണ്ട്. ഇത് വിശ്വസിക്കണം. നമ്മൾ കർത്താവിനെ ഒരുപാട് വേദനിപ്പിക്കുന്നവരാണ്, എല്ലാ ദിവസവും ഒരുപാട് ദ്രോഹിക്കുന്നവരാണ്. എന്നാലും അവനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സ്നേഹമുണ്ട്. അതാണ് അപ്പൻ്റെ സ്നേഹം. ഇതാണ് വിശ്വസിക്കേണ്ടത്. സ്നേഹിക്കുന്ന ഒരു അപ്പനാണ് അവൻ. ഇതാണ് വിശ്വസിക്കേണ്ടത്. അപ്പോഴാണ് അവൻ നമുക്കൊരു അനുഗ്രഹമായി മാറുക. അതുകൊണ്ട് നമുക്ക് ഈ അപ്പനിൽ കണ്ണും പൂട്ടി വിശ്വസിക്കാം.